ഹായ് ഫ്രണ്ട്സ്, ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രതിമാസ നിക്ഷേപം 22 വർഷം കൊണ്ട് 67 ലക്ഷം രൂപയാക്കിയ ഒരു അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചാണ്. ആ അത്ഭുത പ്രതിഭാസത്തിന്റെ പേരാണ് SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഇന്ത്യയിലെ ഒരു പ്രമുഖ മ്യൂച്വൽ ഫണ്ടിൽ താങ്കൾ 1995 മുതൽ 1000 രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ മാസം വരെ 264 മാസം കൊണ്ട് താങ്കൾ മൊത്തം നിക്ഷേപിക്കുന്ന തുക 2,64,000 രൂപയാണ്. ആ തുകയുടെ ഇന്നത്തെ വാല്യുവേഷൻ ആണ് 67 ലക്ഷം രൂപ. ഈ വീഡിയോയുടെ അവസാനം ആ ഫണ്ടിന്റെ ഫുൾ പെർഫോമൻസ് ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആയതുകൊണ്ട് താങ്കൾ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടുകൊണ്ട് ഏറ്റവും മികച്ച ഒരു നിക്ഷേപ മാർഗമായ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഞങ്ങൾ ഏറ്റവും ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് യൂട്യൂബിലായിരിക്കും. അതിനുശേഷം മാത്രമേ താങ്കൾക്ക് ഫേസ്ബുക്കിൽ ലഭിക്കുകയുള്ളൂ. ആയതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോസ് താങ്കൾക്ക് ഏറ്റവും ആദ്യം കൃത്യസമയത്ത് ലഭിക്കുവാൻ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും ഉപരിയായി താങ്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായ താങ്കൾ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് അവരെയും സഹായിക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. Once again, welcome back to the Thombichan Tips powered by Dice Invest. My name is Prince and Dice. തോമിച്ചൻ ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. നമുക്ക് ആദ്യം എന്താണ് SIP എന്ന് നോക്കാം. SIPയുടെ ഫുൾ ഫോം ആണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. നമ്മൾ ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസിലോ പ്രതിമാസ റിക്കറിംഗ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ മ്യൂച്വൽ ഫണ്ടുകളിൽ പ്രതിമാസം നിക്ഷേപിക്കുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. SIP ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് അല്ല. മ്യൂച്വൽ ഫണ്ടുകളിൽ പ്രതിമാസം നിക്ഷേപിക്കുന്ന മെത്തേഡിന് പറയുന്ന പേരാണിത്. അടുത്തതായി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് SIPയുടെ ഏറ്റവും പ്രധാന 6 ഗുണവിശേഷങ്ങളെ കുറിച്ചാണ്. മ്യൂച്വൽ ഫണ്ട് SIPയുടെ ഏറ്റവും പ്രധാന ഒരു ബെനിഫിറ്റ് ആണ് അഫോർഡബിലിറ്റി. മ്യൂച്വൽ ഫണ്ടുകളിൽ SIP വഴി നിക്ഷേപിക്കുവാൻ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ ആവശ്യമില്ല. വെറും 1000 രൂപ മുതൽ എത്ര തുക വരെ വേണമെങ്കിൽ താങ്കൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ SIP വഴി നിക്ഷേപിക്കുവാൻ സാധിക്കും. ആയതുകൊണ്ട് ഏതൊരു സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരു വ്യക്തിക്കും SIP വഴി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുവാൻ സാധിക്കും. പ്രതിമാസം 1000 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ നിക്ഷേപിക്കുന്ന കുടുംബങ്ങൾ ഡൈസ് ഇൻവെസ്റ്റിന്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് SIPയുടെ രണ്ടാമത്തെ ഏറ്റവും പ്രധാന ഒരു ബെനിഫിറ്റ് ആണ് അച്ചീവ് യുവർ ഫിനാൻഷ്യൽ ഗോൾ. ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾ നമുക്ക് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ നേടുവാൻ സാധിക്കുകയില്ല. വർഷങ്ങൾ നീണ്ട ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ മാത്രമേ ആ നേട്ടങ്ങളെല്ലാം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ഒരു ഡോക്ടർ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു വർഷം കൊണ്ടോ സാധിക്കുകയില്ല. നിരവധി വർഷങ്ങളുടെ കഠിനമായ ഡിസിപ്ലിൻഡായ ഒരു പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തിക്ക് ഡോക്ടർ ആകുവാൻ സാധിക്കുകയുള്ളൂ. ഇതേ തരത്തിൽ തന്നെ മ്യൂച്വൽ ഫണ്ട് SIPയിലെ ഡിസിപ്ലിൻഡ് ഇൻവെസ്റ്റ്മെന്റിലൂടെ താങ്കളുടെ ജീവിതത്തിലെ വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വളരെ എളുപ്പത്തിൽ നേടുവാൻ താങ്കൾക്ക് സാധിക്കും. ഉദാഹരണത്തിന് താങ്കളുടെ മകന്റെയോ മകളുടെയോ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 15 വർഷം കഴിയുമ്പോൾ 50 ലക്ഷം രൂപ വേണം. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച ഫണ്ട് കഴിഞ്ഞ 22 വർഷമായി ആവറേജ് കൊടുത്തിരിക്കുന്ന റിട്ടേൺ 24.5% റിട്ടേൺ ആണ്. എന്നത് മാത്രമല്ല, കഴിഞ്ഞ 15 വർഷത്തിന് മേലെ ട്രാക്ക് റെക്കോർഡുള്ള 37 ഫണ്ടുകളുടെ ആവറേജ് റിട്ടേൺ 17% താങ്കളുടെ നിക്ഷേപത്തിന് ശരാശരി 10% റിട്ടേൺ ലഭിക്കുകയാണെങ്കിൽ 50 ലക്ഷം രൂപ 15 വർഷം കൊണ്ട് കണ്ടെത്തുവാൻ വേണ്ടി താങ്കൾ പ്രതിമാസം നിക്ഷേപിക്കേണ്ട തുക 12,000 രൂപയാണ്. 15 വർഷം കൊണ്ട് താങ്കൾ മൊത്തം നിക്ഷേപിക്കുന്ന തുക 21,60,000 രൂപയാണ്. താങ്കളുടെ നിക്ഷേപത്തിന് ശരാശരി 12% റിട്ടേൺ ലഭിച്ചാൽ താങ്കൾ പ്രതിമാസം നിക്ഷേപിക്കേണ്ട തുക 10,000 രൂപയാണ്. താങ്കൾ മൊത്തം നിക്ഷേപിക്കുന്ന തുക 18 ലക്ഷം രൂപയാണ്. താങ്കളുടെ നിക്ഷേപത്തിന് ശരാശരി 15% റിട്ടേൺ ലഭിക്കുകയാണെങ്കിൽ താങ്കൾ പ്രതിമാസം നിക്ഷേപിക്കേണ്ട തുക 7,500 രൂപയാണ്. അതായത് 15 വർഷം കൊണ്ട് 50 ലക്ഷം രൂപ കണ്ടെത്തുവാൻ വേണ്ടി താങ്കൾ മൊത്തം നിക്ഷേപിക്കുന്ന തുക 13,50,000 രൂപയാണ്. ഈ തരത്തിൽ നമ്മുടെ ജീവിതത്തിലെ വലിയ ഫിനാൻഷ്യൽ ഗോളുകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലൂടെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. മ്യൂച്വൽ ഫണ്ട് SIPയുടെ മറ്റൊരു ബെനിഫിറ്റ് ആണ് റെഡ്യൂസ് റിസ്ക് എന്നത്. ഓഹരി വിപണി എന്നതുപോലെ തന്നെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളും പ്രതിദിനം കയറിയിറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ കുറഞ്ഞ വിലയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാൻ സാധിച്ചെങ്കിൽ വലിയ ലാഭം ലഭിക്കുമെങ്കിലും കൂടിയ വിലയിലാണ് നമ്മൾ നിക്ഷേപിച്ചതെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ലാഭം ലഭിക്കണമെന്നില്ല. എന്നത് മാത്രമല്ല, ഇതാണ് കൂടിയ വില, ഇതാണ് കുറഞ്ഞ വില എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടുമില്ല.
ഇതിനു പുറമെ സാധാരണ രീതിയിൽ മാർക്കറ്റിൽ വലിയ കറക്ഷൻ എല്ലാം വരുന്നത് വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് എല്ലാം വരുമ്പോഴാണ്. പൊതുവെ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മളുടെ പോക്കറ്റിനെയും ബാധിക്കാറുണ്ട്. ആ സമയത്ത് വലിയ തുകകൾ നിക്ഷേപിക്കാമെന്ന് വിചാരിച്ചാൽ പലപ്പോഴും നമുക്ക് സാധിക്കണമെന്നില്ല. എന്നാൽ പ്രതിമാസ നിക്ഷേപമായ മ്യൂച്വൽ ഫണ്ട് SIPയിലൂടെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന യൂണിറ്റിന്റെ റേറ്റ് ഏറ്റവും കൂടിയതുമായിരിക്കില്ല, ഏറ്റവും കുറഞ്ഞതുമായിരിക്കില്ല. ഒരു മീഡിയം റേറ്റിലുള്ള യൂണിറ്റുകൾ നമുക്ക് ലഭിക്കും. ആയതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് SIPകൾ മികച്ച റിട്ടേണുകൾ തരാറുണ്ട്. അടുത്തതായിട്ട് മ്യൂച്വൽ ഫണ്ട് SIPയുടെ മറ്റൊരു ബെനിഫിറ്റ് ആണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ അഭിപ്രായ പ്രകാരം ലോകത്തിലെ 8ാമത്തെ വണ്ടറാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. പവർ ഓഫ് കോമ്പൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂട്ടുപലിശ. ഉദാഹരണത്തിന് താങ്കൾ ഇന്ന് 100 രൂപ നിക്ഷേപിച്ചാൽ 10% താങ്കൾക്ക് റിട്ടേൺ ലഭിക്കുന്നതെങ്കിൽ അത് ഒരു വർഷം കഴിയുമ്പോൾ 110 രൂപയോ. അടുത്ത വർഷം റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 100 രൂപയ്ക്കല്ല 110 രൂപയ്ക്കാണ്. വർഷങ്ങൾ കഴിയും തോറും ഇതിന്റെ പവർ വളരെയധികം കൂടിക്കൊണ്ടിരിക്കും. ഈ തരത്തിലുള്ള ഒരു റിട്ടേൺ ആണ് മ്യൂച്വൽ ഫണ്ട് SIPയിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് SIPയുടെ 5ാമത്തെ പ്രധാന ഒരു ബെനിഫിറ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി. ഉദാഹരണത്തിന് താങ്കൾ 20 വർഷത്തേക്ക് ഒരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ താങ്കൾ ആ 20 വർഷം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി പറയുന്ന ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. എന്നാൽ മ്യൂച്വൽ ഫണ്ട് SIPകളിൽ താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും ബെനിഫിറ്റ് ഒന്നും നഷ്ടപ്പെടാതെ കൂട്ടുവാനും കുറയ്ക്കുവാനും സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും. എൻ്റെ ഒരു സുഹൃത്ത് 2008 പ്രതിമാസം 2000 രൂപ വെച്ച് 30 വർഷം അടക്കാമെന്ന് പറഞ്ഞ് ഒരു SIP സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് അടച്ചതിന് ശേഷം അദ്ദേഹത്തിന് പിന്നീട് ആ SIP കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. വേറെ ഏതൊരു നിക്ഷേപ മാർഗമാണെങ്കിലും ആ പൈസ നമുക്ക് നഷ്ടപ്പെടും. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ഒക്ടോബറിൽ അദ്ദേഹം നിക്ഷേപിച്ച 2000 രൂപ പിൻവലിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ആ സമയത്ത് ലഭിച്ച തുക 8498 രൂപയാണ്. ഇത്രയും വർഷം അദ്ദേഹം അടക്കാത്തതിന്റെ പേരിൽ 1 രൂപ പോലും കട്ട് ചെയ്തില്ല എന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നിക്ഷേപത്തിന് കഴിഞ്ഞ 9 വർഷമായിട്ട് ഓൺ ആൻ ആവറേജ് 17% റിട്ടേൺ ലഭിക്കുകയുണ്ടായി. ഈ തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി മ്യൂച്വൽ ഫണ്ട് SIPക്ക് ഉള്ളതുകൊണ്ട് താങ്കൾക്ക് എത്ര വലിയ തുകയ്ക്കും SIP തുടങ്ങാവുന്നതാണ്. നാളെ താങ്കൾക്ക് അടക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് കുറയ്ക്കുവാൻ സാധിക്കും. മ്യൂച്വൽ ഫണ്ട് SIPയുടെ മറ്റൊരു ബെനിഫിറ്റ് ആണ് ഫ്രീ ഇൻഷുറൻസ് കവർ. ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചില കമ്പനികൾ താങ്കൾ അടയ്ക്കുന്ന പ്രതിമാസ തുകയുടെ 100 ഇരട്ടി വരെ ഫ്രീ ആയി ഇൻഷുറൻസ് കവറേജ് തരുന്നുണ്ട്. സാധാരണ രീതിയിൽ SIP ലൈവ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ മരിച്ചാൽ നമ്മുടെ നോമിനിക്ക് ലഭിക്കുവാൻ പോകുന്നത് അപ്പോഴുള്ള ഫണ്ട് വാല്യൂ ആണ്. എന്നാൽ താങ്കൾ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ താങ്കൾ മരിക്കുകയാണെങ്കിൽ ഫണ്ട് വാല്യൂവിന് പുറമെ നമ്മൾ പ്രതിമാസം അടയ്ക്കുന്ന തുകയുടെ 100 ഇരട്ടി വരെ എക്സ്ട്രാ നമ്മുടെ നോമിനിക്ക് കിട്ടും. ഉദാഹരണത്തിന് താങ്കൾക്കുള്ളത് 10,000 രൂപയുടെ SIP ആണെങ്കിൽ താങ്കളുടെ നോമിനിക്ക് അപ്പോഴുള്ള ഫണ്ട് വാല്യൂവിന് പുറമെ 10 ലക്ഷം രൂപയും കൂടി എക്സ്ട്രാ കിട്ടും. ഫ്രീ ആയി ഇൻഷുറൻസ് കവറേജ് തരുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് എല്ലാ കമ്പനികളിൽ നിന്നും നമുക്ക് ലഭിക്കുകയില്ല. ഇന്ത്യയിലെ ലീഡിംഗ് ആയ 3 കമ്പനികളിൽ നിന്നും മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ. ടോമിച്ച ടിപ്സിന്റെ ഈ എപ്പിസോഡിലൂടെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് എന്താണ് SIP എന്ന് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ SIPയുടെ 6 പ്രധാന ഗുണവിശേഷങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൽ ഏറ്റവും ആദ്യത്തെ ഗുണവിശേഷമാണ് അഫോർഡബിലിറ്റി. രണ്ടാമത്തെ ഗുണവിശേഷമാണ് അച്ചീവ് യുവർ ഫിനാൻഷ്യൽ ഗോൾ. മൂന്നാമത്തെ ഗുണവിശേഷമാണ് റെഡ്യൂസ് റിസ്ക്. നാലാമത്തെ ഗുണവിശേഷമാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. അഞ്ചാമത്തെ ഗുണവിശേഷമാണ് ഫ്ലെക്സിബിലിറ്റി. ആറാമത്തെ ഗുണവിശേഷമാണ് ഫ്രീ ഇൻഷുറൻസ് കവർ. ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ: ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഏതാണ്? താങ്കൾ ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. തുടക്കത്തിൽ പറഞ്ഞ ഫണ്ടിന്റെ പെർഫോമൻസ് സഹിതമുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുള്ള SIP പെർഫോമൻസ് എന്ന ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ താങ്കൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഫണ്ടിന്റെ ഫുൾ പെർഫോമൻസ് റിപ്പോർട്ട് താങ്കൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായാൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കൾക്കും താങ്കൾ ഷെയർ ചെയ്ത് അവരെയും സഹായിക്കുവാൻ ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിൽ പുത്തൻ വിശേഷങ്ങളുമായി ടോമിച്ചൻ ടിപ്സിൽ നമ്മൾ കാണുന്നത് വരെ ഗുഡ് ബൈ.